Hi everyone, this is me Gayatri Prakash and welcome to my page. എല്ലാവർക്കും എൻ്റെ പേജിലോട്ട് സ്വാഗതം. സോ ഇന്ന് ഞാൻ ഏതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകാന്ന് വെച്ചാൽ ഇന്ന് നടന്ന OET എക്സാമിനെ കുറിച്ചാണ്. ആ OET എക്സാമിൽ എന്തൊക്കെയാണ് ചോദിച്ചത്, OET റൈറ്റിംഗിനകത്ത് ഏത് ക്വസ്റ്റ്യൻ ആണ് വന്നത്, ഏത് ടൈപ്പ് ഓഫ് ലെറ്റർ ആണ് വന്നത്, അതിനെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഈ വീഡിയോ ഇടാൻ പോവാം. ഓക്കെ, സോ ഇത്രയും കാലം എൻ്റെ വീഡിയോകളിൽ ഞാൻ OET സ്പീക്കിങ്ങിനെ കുറിച്ചും അതിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും എന്തൊക്കെയാണ് അസസ്മെൻറ്റ് ക്രൈറ്റീരിയ, ഹൗ ടു ഡു എ റോൾ പ്ലേ, സോ എവറിഥിങ് ഹാസ് ബീൻ ഡീറ്റെയിൽഡി എക്സ്പ്ലെയിൻ ടു യു ആൾ അല്ലേ. അപ്പോൾ ഇന്ന് എൻ്റെ കുറേ സ്റ്റുഡൻസ് എക്സാമിലോട്ട് പോയായിരുന്നു. സോ അവരോട് ഞാൻ സംസാരിച്ച പോലെ എനിക്ക് ലെറ്ററിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയാൻ വന്ന് ഏത് ലെറ്ററാണ് ചോദിച്ചത്, സോ അത് നിങ്ങളോടും ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഉണ്ടാക്കിയത്. ഓക്കെ, സോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. OET റൈറ്റിങ്ങിനെ കുറിച്ചാണ്. അതിനി ഭാവിയിൽ എക്സാം എഴുതാൻ ഒരുക്കുന്നവർക്കും ഇനി OETനെ കുറിച്ച് അറിയാൻ എങ്ങനെ ഉണ്ട്, OET എന്ന് പറഞ്ഞാൽ അത് എന്താ, എങ്ങനെ ഉണ്ടായിരിക്കുന്നത് അറിയാൻ താല്പര്യമുള്ളവർക്കും, പിന്നെ എക്സാം ഡേറ്റ് എടുത്തിട്ട് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളവർക്കും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇരിക്കുന്നതാണ് എൻ്റെ വിചാരം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ടോപ്പിക്. ഓക്കെ, സോ ഇന്നത്തെ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നോൺ കേസ്. വാട്ട് ഈസ് നോൺ കേസ്? വിച്ച് മീൻസ് ലൈക്ക് ഇത് OET പ്രിപ്പയർ ചെയ്യുന്നവർക്കും OET ട്രെയിനിങ് എടുക്കുന്നവർക്കും അറിയാനായിട്ടുള്ള കാര്യമാണ്. OET എന്താണ് അറിയാത്തവർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്താലേ വാട്ട് ഈസ് OET റൈറ്റിംഗ്, സ്പീക്കിംഗ്, ലിസണിങ് ആൻഡ് റീഡിംഗ് എന്ന് മനസ്സിലാവത്തുള്ളൂ. സോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് OET പ്രിപ്പയർ ചെയ്യുന്നവർക്കും എക്സാം മീൻസ് ഈ ട്രെയിനിങ്ങിലുള്ളവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ഓക്കെ, as you people know that there are three types of letters in OET writing. One is discharge letter, second one is transfer letter, and the third one is referral letter. So the patient is kind of like, patient is in home, a nurse is doing a home visit, and the nurse came to know the patient is suffering with kind of a condition. So thereby the nurse is referring the patient to his own GP. Why I'm saying his own GP, which means the patient is a male one. Okay, ഇറ്റ്സ് എ നോൺ കേസ്. നോൺ കേസ് തന്നെ അറിയുമ്പോൾ നമുക്കറിയാം ഏതൊക്കെയാണ് ഇൻഫർമേഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാനും ഏത് ഇൻഫർമേഷനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് നമ്മളുടെ ലെറ്ററിലോട്ട് എഴുതണം നമുക്ക് അറിയാം. ആൻഡ് വി ആർ റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു എ പേഷ്യൻസ് ഓൺ GP. So what is my character here? Which means I am a psychiatric community nurse. I am doing home visit for my patient. So you are doing a home visit for your patient. While you are doing a home visit, you came to know that your patient is suffering with so and so problem. So thereby you are writing a letter to a patient's GP. So it is a known case. That's why we are seeing it as a known case. So known case എന്ന് പറയുമ്പോൾ അതെങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ, നമ്മളൊരു ലെറ്റർ എഴുതുമ്പോൾ ആ പേഷ്യൻറ്റിനെ കുറിച്ച് ആൾറെഡി അറിയുന്ന ഒരാൾക്കാണെങ്കിൽ, ഈ പേഷ്യൻറ്റിനെ കുറിച്ച് ആൾറെഡി അറിയുന്ന ഒരാൾക്ക് നമ്മൾ ലെറ്റർ എഴുതുവാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഇറ്റ് ആസ് എ നോൺ കേസ്. ഓക്കെ, ഇൻ OET ലെറ്റർ. സോ ഞാൻ ജസ്റ്റ് പേഷ്യൻ്റ് ഡീറ്റെയിൽസ് ഒക്കെ വായിക്കാം, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകാം. സോ വാട്ട് ഈസ് ദ സിനാരിയോ ആൻഡ് വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ദ ലെറ്റർ ദാറ്റ് ഐ വിൽ ബി എക്സ്പ്ലെയിനിങ് ടു യു വൺ ബൈ വൺ. ഓക്കെ, ഫസ്റ്റ് പേഷ്യൻ്റ് ഡീറ്റെയിൽസ്. എൻ്റെ ഈ ഇൻഫർമേഷൻസ് ഒക്കെ എൻ്റെ സ്റ്റുഡൻസിലിരുന്ന് കണക്ട് ചെയ്തതാണ്. എനിക്ക് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല, പക്ഷേ വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ദ ലെറ്റർ ഐ കെയിം ടു നോ ഫ്രം ദയർ എക്സ്പ്ലനേഷൻ. ഓക്കെ, പേഷ്യൻ്റ് നെയിം John. There will be two names, but I got it only one name from my students. The patient name is John and he is a 30 years old patient. The diagnosis of the patient is it's query melanoma. And who is doing the home visit, which means community psychiatric nurse. She is doing a home visit for the patient. So for what purpose she is doing a home visit, which means because patient is the known case of schizophrenia for the last few years and patient is on regular injection for every 4 weeks. Okay, so for giving the injection purpose, the psychiatric community nurse is doing a home visit for the patient. So while she is doing a home visit, patient started to express the complaints and the nurse came to know the patient is having melanoma, which is query. So thereby she is writing a letter to a GP, the patient's GP, to the patient's GP, so and so the problems and so the symptoms. So the patient needs your further assessment and management regarding melanoma. We can include as an investigation also. ഓക്കെ, അപ്പോൾ പേഷ്യൻ്റ് ഒരു മെയിൽ പേഷ്യൻ്റ് ആണ്. പേഷ്യൻ്റെ നെയിം ജോൺ. അവർ
അവരുടെ ഫുൾ നെയിം നമുക്ക് അറിയുന്നില്ല. ജോൺ എന്നാണ് എനിക്ക് കിട്ടിയത് എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത്. പേഷ്യൻ്റ് ഒരു 30 years ഓൾഡ് പേഷ്യൻ്റ് ആണ്. പേഷ്യൻ്റ് ഇസ് എ നോൺ കേസ് ഓഫ് സീസോഫ്രനിക് പേഷ്യൻ്റ് ആണ്. അതുകൊണ്ട് സൈക്കാട്രിക് നഴ്സ് ഡൂയിങ് എ ഹോം വിസിറ്റ് ടു പ്രൊവൈഡിങ് ആൻ ഇഞ്ചക്ഷൻ ഫോർ ദ പേഷ്യൻറ്റ്. അപ്പം ആദ്യത്തെ ഹോം വിസിറ്റ് എപ്പോഴാണ് നടന്നതെന്ന് വെച്ചാൽ പേഷ്യൻ്റെ ഫസ്റ്റ് ഹോം വിസിറ്റ് 31st ജൂലൈയിലാണ് നടന്നത്. ഈ 31st ജൂലൈ ഈ സൈക്കാട്രിക് കമ്മ്യൂണിറ്റി നഴ്സ് പേഷ്യൻ്റെ വീട്ടിലോട്ട് വിസിറ്റ് ചെയ്ത പോത് ഇഞ്ചക്ഷൻ കൊടുക്കാനായിട്ട് പേഷ്യൻ്റെ കംപ്ലയിൻസ് എന്തൊക്കെയായി ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഇച്ചിങ് ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് സം കൈൻഡ് ഓഫ് സ്കിൻ റാഷസ്. അപ്പോൾ എക്സാമിനേഷൻ ചെയ്യാനായിട്ട് കമ്മ്യൂണിറ്റി സൈക്കാട്രിക് നഴ്സ് ശ്രമിച്ച പോത് പേഷ്യൻ്റ് പറഞ്ഞ ലൈക്ക് നോ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് എ മസ്കിറ്റോ ബൈറ്റ് ആൻഡ് പേഷ്യൻ്റ് ഇസ് നോട്ട് വില്ലിംഗ് ടു undergo for an assessment. Patient was very reluctant to that. So the psychiatric nurse also like okay fine. Then when she came for the second visit happened on 28th of August. So 28th of August ലാണ് സെക്കൻഡ് വിസിറ്റ് നടന്നത്. ആ വിസിറ്റിൽ പേഷ്യൻറ്റ് കണ്ടിന്യൂ വിത്ത് ദ സെയിം സിംറ്റംസ്. പേഷ്യൻറ്റ് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇച്ചിനെസ് ഉണ്ട്, റെഡ്നെസ് ഉണ്ട്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ ബേണിംഗ് സെൻസേഷൻ ആണ്. അങ്ങനെ ഭയങ്കര സിംറ്റംസ് ഒക്കെ പറയാൻ സ്റ്റാർട്ട് ചെയ്ത പോലും again the nurse wants to examine the patient, but still the patient was very reluctant to cooperate. Okay, and the last visit for 25th of September. So today is the last visit because the exam happened on 25th of September. So today is the last visit. So when the nurse done the assessment and she came to know it's a kind of query melanoma. So അപ്പം പേഷ്യൻ്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെ ഉണ്ടായിരിക്കാന്ന് വെച്ചാൽ I am writing to update the current condition of Mr. John. അവരുടെ രണ്ടാമത്തെ നെയിമും കൂടെ ആഡ് ചെയ്ത് who is suspecting to have ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ who is possibility to have, അല്ലെങ്കിൽ നമുക്ക് എഴുതുന്നത് who is provisionally diagnosed with എന്നും എഴുതാം, അല്ലെങ്കിൽ we can write who has significant features of, who has clinical symptoms of melanoma. അങ്ങനെ എഴുതി we are writing the purpose. So for what purpose we are referring this patient, which means the patient needs further investigations and management at your service. അങ്ങനെയാണ് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ ബേസിക്കലി ഒരു നോൺ കേസ്. ദാറ്റ്സ് വൈ വി ആർ റൈറ്റിംഗ് ഇസ് ഐ എം റൈറ്റിംഗ് ടു അപ്ഡേറ്റ് ദ കറണ്ട് കണ്ടീഷൻ ഓഫ് എന്ന് നമ്മൾ പറയുക. വൈ വി ആർ റൈറ്റിംഗ് ടു അപ്ഡേറ്റ് ദ കറണ്ട് കണ്ടീഷൻ? ബിക്കോസ് ദ പേഷ്യൻറ്റ് ഇസ് ഓൾറെഡി നോൺ ബൈ എ GP and he just wants to know what is the current condition of your patient. That is the thing that you are updating in your letter. So it is not like to write like I am writing to refer. It is wrong. You are not referring your patient. You are just updating the current condition of your patient to the patient's own GP. So your introduction should be like that. All right. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എഴുതാനായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററി. പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററി ഇറ്റ്സ് എ ബോഡി പാരാഗ്രാഫ്. വാട്ട് ആൻഡ് ആൾ തിങ്സ് ദറ്റ് വി യൂസ് ടു റൈറ്റ് ഇറ്റ് ഇൻ ദ പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് പേഷ്യൻറ്റിൽ എത്ര വിസിറ്റാണ് നമ്മൾ ചെയ്തത്, എന്തുകൊണ്ടാണ് ആ വിസിറ്റ് ചെയ്തത്, ആ വിസിറ്റിൻ്റെ സമയത്തിൽ നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ അറിയാൻ വന്നത്, പേഷ്യൻ്റെ കണ്ടീഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, വാട്ട് അബൌട്ട് ദ സൈൻസ് ആൻഡ് സിംറ്റംസ്. സോ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ എഴുതുന്ന പാരഗ്രാഫ് ഇസ് കോൾഡ് ഇറ്റ് ആസ് എ പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററി. ഇറ്റ് ഈസ് എ സെക്കൻഡ് പാരഗ്രാഫ് നെക്സ്റ്റ് ടു ദ ഇൻട്രൊഡക്ഷൻ. ഓക്കെ. പിന്നെ ഇവിടെ ഒരു കാര്യം നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇഫ് യു ആർ റൈറ്റിംഗ് എ ലെറ്റർ ടു എ നോൺ പേഴ്സൺ, പ്ലീസ് do not write a social history of the patient because it is already known by them. അപ്പോൾ ഇവിടെ സോഷ്യൽ ഹിസ്റ്ററി എഴുതുന്നത് വളരെ തെറ്റാണ് കാരണമാണ്. ഓക്കെ, ബിക്കോസ് യു ആർ നോട്ട് സപ്പോസ് ടു റൈറ്റ് ദ സോഷ്യൽ ഹിസ്റ്ററി ഹിയർ ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി എ നോൺ കേസ് അല്ലേ. അപ്പോൾ അവർക്കറിയാം ഈ പേഷ്യൻ്റ് പാസ്റ്റ് ഹിസ്റ്ററി എന്താ, ഈ പേഷ്യൻ്റ് എങ്ങനെയാണ്, ഒരു ലിവിങ് സ്റ്റേറ്റസ് എന്താ, ഈ പേഷ്യൻ്റ് എങ്ങനെയുള്ള ഒരാളാണ്, പേഷ്യൻ്റെ ഹാബിറ്റ്സ് എന്തൊക്കെയാണ്, അതൊക്കെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ആ GPനെ ഓൾറെഡി അറിയും. അപ്പം അതുകൊണ്ട് അവിടെ പേഷ്യൻ്റെ സോഷ്യൽ ഹിസ്റ്ററി എഴുതാൻ പാടില്ല. അപ്പോൾ പേഷ്യൻ്റ് ആദ്യം വിസിറ്റ് ചെയ്ത് മുതൽ ഇന്നത്തെ വിസിറ്റ് വരെ, സോ ദർ ആർ ടോട്ടൽ 3 വിസിറ്റ്സ്. ഈ ടോട്ടൽ 3 വിസിറ്റ്സിലും ആസ് കമ്മ്യൂണിറ്റി സൈക്കാട്രിക് നഴ്സ് എന്തൊക്കെയാണ് ഐഡൻറ്റിഫൈ ചെയ്തത്, ആ അസസ്മെൻറ്റിൽ എന്തൊക്കെയാണ് കണ്ടുപിടിച്ചത്, ഹൗ അബൌട്ട് ദ പേഷ്യൻസ് റിയാക്ഷൻസ് ടുവേർഡ്സ് ദാറ്റ് കണ്ടീഷൻ ആൻഡ് ദ സിംറ്റംസ്, അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് പിക്ചറായിട്ട് നമ്മൾ ആ ബോഡി പാരഗ്രാഫിൽ വി ക്യാൻ മേക്ക് ഇറ്റ് ആസ് എ 2 പാരഗ്രാഫ് ആൻഡ് യു ക്യാൻ റൈറ്റ് ഇറ്റ് ദാറ്റ് വൺ. But you are not supposed to write the social background because which is already a known case and which is already known by a GP. So it is unnecessary information. ഇവിടെ complete ആയിട്ട് we have to omit the social background of the patient. Then we are coming to the point of a recommendation paragraph. What is a recommendation? So ഇപ്പം നമ്മളാണ് nurse, we are the community psychiatric nurse, we are the one is doing the home visit for our patient അല്ലേ. അപ്പം ആ പേഷ്യൻറ്റിനെ കുറിച്ച്
നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുക. ഡോക്ടർ ഒന്ന് ഈ പേഷ്യൻറ്റിനെ ഒന്ന് നോക്കി ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷനോ അല്ലെങ്കിൽ അസസ്മെൻറ്റോ ചെയ്ത് ആ മെലനോമാവാണ് ഉറപ്പിച്ച് അതിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ നമ്മൾ പറയും, ഒരു റെക്കമെൻഡ് ചെയ്യുക, ഡോക്ടറിൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുക. അതിനാണ് എഴുതുന്ന പാരഗ്രാഫ് ഇസ് കോൾഡ് ഇറ്റ് ആസ് എ റെക്കമെൻഡേഷൻ പാരഗ്രാഫ്സ്. So the first paragraph is called it as an introduction, second paragraph is called it as a present medical history, and the fourth paragraph is called it as a recommendation paragraph, because third paragraph usually it's a social background. Here you are not supposed to use the social background. Thereby you are explaining all the medical history of your patient very detailedly. In this letter particularly you are going to write about your complete home visit history. There are 3 home visit happened for the patient, so the complete history about the home history you are going to write it in that paragraph elaborately, and you able to extend the paragraph as the 2, and then the fourth paragraph you are going to write it as a recommendation paragraph, and the last paragraph is a conclusion, then salutation. So ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഒരു ലെറ്റർ എഴുതാൻ പോകുന്നത് ഫോർ നോൺ കേസിനെ. സോ ഇതാണ് ഇന്നത്തെ എക്സാമിൻ്റെ ഒരു ഡീറ്റെയിൽഡ് പിക്ചർ അബൌട്ട് യുവർ പേഷ്യൻറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും വിചാരിക്കുക. അപ്പം എക്സാം എഴുതിയവർക്കും ഒരു ഐഡിയ കിട്ടിക്കാണും, ഞാൻ എങ്ങനെയാണ് എഴുതിയത്, എൻ്റെ ലെറ്റർ എങ്ങനെയാണ് ഒരു ഐഡിയ കിട്ടിക്കാണും. ഇനി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ആൾക്കാർക്കും നോൺ കേസിന് പറയുമ്പോൾ മെഡിക്കൽ ഹിസ്റ്ററി ഓഫ് യുവർ പേഷ്യൻറ്റ് വെരി ഡീറ്റെയിലി. ഇൻ ദിസ് ലെറ്റർ particularly you are going to write about your complete home visit history. There are 3 home visit happened for the patient, so the complete history about the home history you are going to write it in that paragraph elaborately, and you able to extend the paragraph as the 2, and then the fourth paragraph you are going to write it as a recommendation paragraph, and the last paragraph is a conclusion, then salutation. So ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഒരു ലെറ്റർ എഴുതാൻ പോകുന്നത് ഫോർ നോൺ കേസിനെ. സോ ഇതാണ് ഇന്നത്തെ എക്സാമിൻ്റെ ഒരു ഡീറ്റെയിൽഡ് പിക്ചർ അബൌട്ട് യുവർ പേഷ്യൻറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും വിചാരിക്കുക. അപ്പം എക്സാം എഴുതിയവർക്കും ഒരു ഐഡിയ കിട്ടിക്കാണും, ഞാൻ എങ്ങനെയാണ് എഴുതിയത്, എൻ്റെ ലെറ്റർ എങ്ങനെയാണ് ഒരു ഐഡിയ കിട്ടിക്കാണും. ഇനി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ആൾക്കാർക്കും നോൺ കേസിന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഇൻഫർമേഷൻ നമ്മൾ ആഡ് ചെയ്യണം, ഏതൊക്കെ ഇൻഫർമേഷൻ നമ്മൾ ഒമിറ്റ് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. സോ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ടും എനിക്ക് OET പഠിക്കാൻ താല്പര്യമുണ്ട്. എനിക്ക് റൈറ്റിങ്ങിലാണ് എനിക്ക് കൂടുതൽ മാർക്ക് പോകുന്നുണ്ട്. ഞാൻ കുറേ പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് റൈറ്റിംഗ് കിട്ടിയിട്ടില്ല, സ്പീക്കിംഗ് കിട്ടിയിട്ടില്ല. എനിക്ക് 4 മോഡ്യൂൾസിനെ കുറിച്ച് പഠിക്കണം താല്പര്യമുള്ളൂ. എല്ലാവർക്കും താഴെ കൊടുത്ത നമ്പറിലോട്ട് വിളിക്കുക, പെട്ടെന്ന് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, സോ അൺടിൽ ദാൻ ബൈ ബൈ.